ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം കൂടുതൽ വഷളാകും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഇന്ത്യ, ചൈന, റഷ്യ സഖ്യം ബലപ്പെടുന്നതായിട്ടുള്ള സൂചനകൾ ഇരിക്കെ തന്നെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വലിയ സൗഹൃദം പുലർത്തുകയും ഏതാണ്ട് ഇന്ത്യ അമേരിക്ക ഇപ്പോഴത്തെ വ്യാപാര പ്രശ്നങ്ങൾ സംബന്ധിച്ചും റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന ക്രൂഡ് ഓയിൽ വ്യാപാരം സംബന്ധിച്ചുമുള്ള ചർച്ചകൾ അതീവ ഗൗരവ സ്വഭാവത്തിൽ നടത്തുകയും ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റിനെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടന്ന മാധ്യമ സമ്മേളനത്തിനിടെ ഒരു ചോദ്യമുണ്ടായി. ഇന്ത്യക്കെതിരെയുള്ള താരിഫ് പിൻവലിക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: ഇന്ത്യ അമേരിക്കയ്ക്കെതിരെ വൻ നികുതിയാണ് ചുമത്തുന്നത്. ഇക്കാര്യത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഏകപക്ഷീയ സമീപനമാണ്. അതായത് ഇന്ത്യയാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം പറ്റിയിരുന്നത് എന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ആരോപണം അല്ലെങ്കിൽ കണ്ടുപിടുത്തം. എന്നാൽ ഈ ഏകപക്ഷീയമായ ഈ ഒരു നേട്ടം ഇന്ത്യക്ക് കിട്ടിയത് താൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇന്ത്യ അമേരിക്കയിലോട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അമേരിക്ക കാര്യമായ നികുതിയൊന്നും ചുമത്തുന്നില്ല. എന്നാൽ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ലോകത്തെവിടെയുമില്ലാത്ത നികുതിയാണ് ചുമത്തുന്നത് എന്നുള്ളതാണ് ട്രംപിൻ്റെ ആരോപണം. എന്നിട്ട് ഇപ്പോൾ പറയുന്നു, അമേരിക്ക ഇന്ത്യക്കെതിരെ നികുതിയൊക്കെ ചുമത്തിയപ്പോൾ ഇപ്പോൾ ഇന്ത്യ അമേരിക്ക ആ ഒരു ബന്ധം അത് നല്ല നിലയിലാണ്, അത് തുലനാവസ്ഥയിലാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദ്യമുണ്ടായല്ലോ, ഇന്ത്യക്കെതിരെയുള്ള നികുതി പിൻവലിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഒരു മറുപടി പറയുമ്പോൾ ട്രംപ് തൽക്കാലം തൻ്റെ പദ്ധതികളുമായിട്ട് പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ്. അതായത് ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ നികുതി ചുമത്തുന്നത് തുടരും എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ നികുതി ചുമത്തുന്ന ഒരു രാജ്യമാണ്. അതിനാൽ തന്നെ അമേരിക്ക ഇന്ത്യയുമായിട്ട് വലിയ ബിസിനസ് ഒന്നും നടത്തുന്നില്ല. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലോട്ട് അധികം വിൽക്കുന്നില്ല. പക്ഷേ അതായത് ഇന്ത്യ ഞങ്ങളുമായി വലിയ കച്ചവടം നടത്തുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ അമേരിക്കയിലോട്ട് വിൽക്കുന്നുണ്ട്. കാരണം അമേരിക്ക വലിയ രീതിയിൽ നികുതി ഒന്നും ചുമത്തുന്നില്ല എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. പിന്നെ പറയുന്നു, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവന്ന് ചൊരിയുകയാണ്. അതായത് നമ്മൾ ഈ ടിപ്പറിലൊക്കെ കൊണ്ട് തട്ടില്ലേ, അതേപോലെ വന്ന് ചൊരിയുകയാണ്. അതുകൊണ്ട് തന്നെ അവയൊന്നും തന്നെ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കാരണം താരതമ്യേന വില കുറവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കക്കാർ അവിടെ ഇതൊന്നും കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ധാരാളമായി വാങ്ങിക്കുകയാണ്. ഇതൊരു നെഗറ്റീവായിട്ടുള്ള പരിപാടിയാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ ആരോപണം. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ, അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അതിനാൽ തന്നെ ഇന്ത്യയിലോട്ട് കൊടുക്കുന്നില്ല. കാരണം ഇന്ത്യ ഏതാണ്ട് 100% വരെ നികുതി ചുമത്തുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആരോപണം. അതിന് അദ്ദേഹം ഒരു ഉദാഹരണവും കൂടി പറയുന്നുണ്ട്. നമ്മുടെ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ ബൈക്ക് ഉണ്ടല്ലോ, ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ചില സൂപ്പർ താരങ്ങളുടെയൊക്കെ കയ്യിൽ ഇപ്പോഴും അതുണ്ട്. ഇപ്പോൾ ഈ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ ബൈക്ക്, അതിന് ഇന്ത്യ 200% നികുതി ചുമത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ബൈക്ക് ഇന്ത്യയിൽ അമേരിക്ക ഇറക്കുമതി ചെയ്യില്ല. കാര്യം ഇത്രയും വലിയൊരു നികുതി ഉണ്ടല്ലോ. അപ്പോൾ ഹാർലി ഡേവിഡ്സൺ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഒരു നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഇന്ത്യയിലെ ആ നികുതിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്ലാന്റ് സ്ഥാപിച്ചു. അതായത് അമേരിക്കയിൽ നടക്കേണ്ട ഉൽപ്പാദനം ഇന്ത്യയിൽ നടക്കുന്നു. ഇന്ത്യയുടെ നികുതി ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു എന്നുള്ളതാണ്, ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ ആരോപണം. അപ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു, ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഒരു അമേരിക്കയിലെ ഒരു വിദഗ്ധൻ, ഒരു പ്രതിരോധ സാമഗ്രികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതിരോധ കരാറുകളുമായി ബന്ധപ്പെട്ടുള്ളൊരു വിദഗ്ധൻ, അദ്ദേഹം ആഷ്ലി ജെ ടെല്ലിസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നടത്തിയ പ്രതികരണം NDTV പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ട്രംപ്
ചതിക്കപ്പെട്ടു എന്നാണ് ട്രംപിൻ്റെ ഒരു വിചാരം. കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, അതിനിടയിൽ ട്രംപ് കയറി ഇടപെട്ടു, അല്ലെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തി. അത് ഇന്ത്യക്കും പാകിസ്ഥാനും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇന്ത്യ അത് ഒരു വേദിയിലും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ട്രംപ് ഈ സമാധാന കരാർ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഇന്ത്യ ഒരിക്കലും സമ്മതിച്ചു കൊടുത്തില്ല. അങ്ങനെ ഇന്ത്യ തന്നെ ചതിച്ചു എന്നാണ് ട്രംപിൻ്റെ ഒരു വിശ്വാസം. ഇതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് കരുതിയത്. പക്ഷേ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതായത് ഇന്ത്യ ഒരു മധ്യസ്ഥനെ ഒരിക്കലും ഇക്കാര്യത്തിൽ അംഗീകരിക്കില്ല. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പരിഹരിക്കുന്നത്. അതിനൊരു മധ്യസ്ഥനെ ഇന്ത്യ ഒരിക്കലും ആശ്രയിക്കാറില്ല. അതാണ് ഇന്ത്യയുടെ പൊതുവിലുള്ള നിലപാട് എന്ന് പ്രധാനമന്ത്രി മോദി ട്രംപിനെ അറിയിച്ചു. ഇതോടുകൂടി ട്രംപും മോദിയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാകുന്നതിന് പകരം വീണ്ടും വഷളായി എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് നേരത്തെ ഇന്ത്യയോട് അതൃപ്തി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പുള്ളിയെ സോപ്പിടും എന്നാണ് ട്രംപ് കരുതിയത്. പക്ഷേ പ്രധാനമന്ത്രി ഇന്ത്യൻ നിലപാട് കൃത്യമായി പറഞ്ഞതോടുകൂടി ആ ബന്ധം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ട്രംപിൻ്റെ ട്രേഡ് അഡ്വൈസർ, അതായത് വാണിജ്യ വ്യാപാര സംബന്ധിച്ചുള്ള ഉപദേശകൻ പീറ്റർ നവറോ, അയാൾ ഈ കാര്യം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പീറ്റർ നവറോ അദ്ദേഹം നേരത്തെ ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഈ താരിഫുകളുടെ മഹാരാജ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതായത് ഇന്ത്യ ഭീകരമായ നികുതി ചുമത്തുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഇന്ത്യ താരിഫിൻ്റെ മഹാരാജ് എന്ന് വിശേഷിപ്പിച്ച ആളാണ് പീറ്റർ നവറോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കൊടുക്കുന്ന ഉപദേശമാണല്ലോ ട്രംപ് സ്വീകരിക്കുക. അപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാക്കാനായിട്ട് പീറ്റർ നവറോ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് മനസ്സിലാക്കാം. പീറ്റർ നവറോ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഒരു ലാഭകരമായ ഒരു കച്ചവടം എന്ന രീതിയിലാണ്. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് സംസ്കരിച്ച് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം വിറ്റ് വൻതോതിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹം കാരണം പറയുന്നു, 2022 ഉക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങുന്നത്. ആ സമയത്ത് ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വെറും 2% എന്നാൽ ഈ ഒരു ലാഭം മനസ്സിലാക്കിയതോടുകൂടി ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 45%-ഓളമായി. ഇത് ഇന്ത്യ വൻതോതിൽ ഇതുമായി ബന്ധപ്പെട്ട് ലാഭമുണ്ടാക്കാം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഇത് ചെയ്തതെന്നാണ് പീറ്റർ നവറോ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന ഒരു ഉപദേശം സ്വീകരിക്കുന്ന ട്രംപ് സ്വാഭാവികമായും ഇത്തരത്തിലൊരു നിലപാടെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു കണക്കും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതായത് റഷ്യൻ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. അവർ $62.6 ബില്യൺ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. എന്നാൽ ഇന്ത്യ $52.7 ബില്യൺ $7 ബില്യൺ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്ന്. അപ്പോൾ താരതമ്യേന ഏറ്റവും കൂടുതൽ റഷ്യൻ ഓയിൽ കൊണ്ടുവരുന്നത് ചൈനയാണ്. പക്ഷേ ചൈനയ്ക്ക് നേരത്തെ ഏതാണ്ട് ചൈന അമേരിക്ക വ്യാപാര യുദ്ധം ഉണ്ടായ സമയത്ത് 230 പരം നികുതി പ്രഖ്യാപിച്ച ട്രംപ് പിന്നീട് അതിൽ നിന്ന് പിന്നോക്കം പോയി ഏതാണ്ട് 30% വരെ ആക്കി നിർത്തിയിരിക്കുകയാണിപ്പോൾ. പക്ഷേ ഇന്ത്യക്കെതിരെ 50% മേൽ നികുതി ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രംപിൻ്റെ പ്രതികാര നടപടിയാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തേണ്ടത്. കാരണം അദ്ദേഹത്തിന് കടുത്ത നിരാശയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അത് പരിഹരിക്കുന്നതിൽ താൻ ഇടപെട്ടു, അത് ഇന്ത്യ അംഗീകരിച്ച് ഇന്ത്യ അദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിന് വേണ്ടി ശുപാർശ ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം മനക്കോട്ട കെട്ടിയത്. അപ്പോൾ അതിലുള്ള കടുത്ത നിരാശ. പക്ഷേ പിന്നെ മോദി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്, അല്ലെങ്കിൽ തൻ്റെ നോബൽ സമ്മാന മോഹങ്ങൾക്ക് മോദി പിന്തുണ നൽകുമെന്നാണ് കരുതിയത്. പക്ഷേ മോദി അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതും കൂടുതൽ പ്രശ്നം വഷളാക്കി എന്നതിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യക്കെതിരെ നികുതി പ്രഖ്യാപിച്ചത് അത് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലുള്ള പ്രശ്നം കൊണ്ടൊന്നും അല്ല. യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ വ്യക്തിപരമായ അനിഷ്ടത്തിൻ്റെ പേരിലാണ് ഈ പുകിലെല്ലാം ഉണ്ടാക്കിയതെന്ന് കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പിക്കാം, ട്രംപ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ആ ഒരു പ്രശ്നം, മാനസികാവസ്ഥ പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം ഇന്ത്യക്കെതിരെ ഉള്ള ഇത്തരത്തിലുള്ള കർശനമായ നിലപാട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രതികൂലമായിട്ടുള്ളൊരു വ്യാപാര കരാർ മാത്രമേ അമേരിക്ക ഉണ്ടാക്കൂ എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് മനസ്സിലാക്കിയിട്ടെന്നോണമാണ്
പ്രധാനമന്ത്രി മോദി ട്രംപ് അതിനുശേഷം ഒരു 4 തവണയോ മറ്റോ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയത്തിന് പിന്നീട് നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ നേരത്തെയും ചില വാർത്തകൾ വന്നു, അമേരിക്ക കർശന നിലപാട് ഈ നികുതി ഘടനയിൽ പ്രഖ്യാപിച്ചതോടെ ഈ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നിന്ന് ഇന്ത്യയാണ് പിൻവാങ്ങിയത് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണോ അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യം. അമേരിക്ക ഇത്തരത്തിലൊരു കർശന നിലപാടെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യൻ താല്പര്യങ്ങളും ഇന്ത്യൻ കർഷകരുടെയും ഇന്ത്യയിലെ വ്യവസായികളുടെയും ഇവിടെ ചെറുകിട ഉൽപ്പാദകരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് അനുയോജ്യമായൊരു നിലപാട് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അത്തരത്തിലുള്ളൊരു നിലപാടിലേക്കാണ് രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് യൂറോപ്യൻ വിപണികളോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ വിപണികളോ ഇനി കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം പദ്ധതികളുമായി അത്തരം തന്ത്രങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് തൽക്കാലം നിന്നു കൊടുക്കേണ്ട എന്നുള്ളൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യയുടെ ഭരണകൂടവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉള്ളത്.